ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 19ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ഐസർ ക്വസ്റ്റ്യൻ ആണ്. 2024 ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത്, സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്ന സമയത്ത് ഹെമി കോർഡേറ്റയെ കുറിച്ചാണ് ഈ എല്ലാ ഓപ്ഷൻസും കാണുന്നത്. സോ നമുക്ക് ഹെമി കോർഡേറ്റ എന്താ എന്നുള്ളത് അറിയാം. ഹെമി കോർഡേറ്റ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഫൈലമാണ്. ആൻഡ് കോർഡേറ്റ എന്ന് പറയുന്നത് വേറൊരു ഡിഫറെന്റ് ഫൈലമായിട്ടാണ് ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഹെമി കോർഡേറ്റയിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, പണ്ട് കോർഡേറ്റന്റെ അണ്ടറിൽ വരുന്ന ഒരു സബ് ഫൈലമായിട്ടായിരുന്നു ഇവരെ കൺസിഡർ ചെയ്തിരുന്നത്. കാരണം എന്താ, നമുക്കറിയാം കോർഡേറ്റന്റെ ആരാണ് കോർഡേറ്റ്സ് എന്ന് പറയുന്നത്? നോട്ടോകോഡ് ഉള്ള ആനിമൽസ് ആണ് കോർഡേറ്റിന്റെ അണ്ടറിൽ വരിക. പണ്ട് ഈ ഹെമി കോർഡേറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കോർഡേറ്റ്സിന്റെ അണ്ടറിൽ വരാനുണ്ടായിരുന്ന കാരണം നോട്ടോകോഡ് പോലെ ഒരു സ്ട്രക്ചർ ഇവർക്ക് നമ്മൾ ഒബ്സർവ് ചെയ്തിരുന്നു. അതിന്റെ പേരാണ് സ്റ്റോമോകോഡ്. അപ്പൊ അത് നോട്ടോകോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോ നോട്ടോകോഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നമ്മൾ മനസ്സിലാക്കി നോട്ടോകോഡും സ്റ്റോമോകോഡും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവർക്ക് നോട്ടോകോഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചറേ ഇല്ല. സ്റ്റോമോകോഡ് എന്ന് പറയുന്നത് വേറെ തന്നെ ഡിറൈവ് ചെയ്ത സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് അതൊരിക്കലും സാമ്യമില്ല നോട്ടോകോഡുമായിട്ട്. അങ്ങനെ നമ്മൾ കോർഡേറ്റിന്റെ അടിയിൽ ഒരു സബ് ഫൈലമായിട്ട് കണ്ടിരുന്ന ഈ ഹെമി കോർഡേറ്റ എന്ന് പറഞ്ഞ ആൾക്കാരെ നോട്ടോകോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ട്രക്ചർ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി സെപ്പറേറ്റ് ഒരു ഫൈലമാക്കി, കോൾഡ് ഹെമി കോർഡേറ്റ. ഇപ്പൊ നമുക്കറിയാം നോട്ടോകോഡ് ഉള്ള ആളുകള് കോർഡേറ്റ്സ്, ഹെമി കോർഡേറ്റയ്ക്ക് നോട്ടോകോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനമാണ് കയ്യിലുള്ളത്, സ്റ്റോമോകോഡാണ് കയ്യിലുള്ളത്. സോ ദേ ആർ ഡിഫറെന്റ് ഫൈലം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട തിയറി. എങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻ കണ്ടു നോക്കാം. ഹെമി കോർഡേറ്റ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് കോർഡേറ്റ് സബ് ഫൈലം. ഇപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. യെസ്, അപ്പൊ അത് ശരിയാണ്. ആൻഡ് പൊസസ് എ പ്രോട്ടോനോട്ടോകോഡ്. ഒരു പ്രോട്ടോനോട്ടോകോഡ് ഉണ്ട് കോൾഡ് സ്റ്റോമോകോഡ്. സ്റ്റോമോകോഡ് പോലെ ഒരു സ്റ്റോമോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇപ്പൊ അവരുടെ കയ്യിലുള്ളത്. ശരിയല്ലേ? യെസ്. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ബിന്റെ ഒക്കെ കുഴപ്പം, ബി സി ഡിന്റെ ഒക്കെ കുഴപ്പം നോക്കാം. ഹെമി കോർഡേറ്റ ഈസ് എ സബ് ഫൈലം അണ്ടർ കോർഡേറ്റ. അത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, സബ് ഫൈലം ആയിട്ടല്ലല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി വായിക്കേണ്ട കാര്യം പോലും ഇല്ല. ഹെമി കോർഡേറ്റ ഈസ് എ സബ് ഫൈലം അണ്ടർ കോർഡേറ്റ, അതും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഓപ്ഷൻ ഡി നമ്മൾ വായിക്കുകയാണെങ്കിൽ ഹെമി കോർഡേറ്റ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് എ കോർഡേറ്റ് സബ് ഫൈലം. കോർഡേറ്റ് സബ് ഫൈലം ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് പോസസ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഒക്കെ എക്കിനോഡെർമേറ്റയിലുള്ള സിസ്റ്റമാണ്. അപ്പൊ അത് കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സ്പെക്ട് ചെയ്യണം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമ്മുടെ മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസ്. ഈ സീരീസിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഈ സീരീസ് ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഇപ്പോൾ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികൾ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ അതിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് ആണെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്ട്രേഷന് വേണ്ടി ഈ വെബ്സൈറ്റും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ വീഡിയോ സീരീസിന്റെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.